കോച്ചിംഗ് സെന്ററിൽ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരു മലയാളി മരിച്ചത് എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ. അപകടം കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി. ബേസ്മെന്റിൽ ഇപ്പോഴും 7 അടിയോളം ഉയരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. റാവൂസ് അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ചെരൂർ ദൗത്യം തുടരുന്നു. പുഴയിലെ തിരച്ചിലിന് വെല്ലുവിളിയായി അടിയൊഴുക്കും, വൈദ്യുതി ലൈനും മരങ്ങളും. അർജുനെ കണ്ടെത്താനുള്ള ശ്രമം സ്വന്തം ഉത്തരവാദിത്വത്തിലെന്ന് ഈശ്വർ മാൽപ്പ. എൻ്റെ ഒരു ലെറ്റർ എഴുതി കേട്ടോರು നിന്റെ ജീവന്റെ പ്രശ്നം നീ നോക്കുവോ എന്ന് ഞാൻ ലെറ്റർ എടുത്തിട്ട് കൊടുത്തു. ഞാൻ ചൊല്ലി അർജുന ഉണ്ടല്ലേ അതിൽ ഞാൻ ഒരു ലെറ്റർ ആക്കി എന്നെ 1 വരോടി ഞാനുണ്ട് ലെറ്റർ ആക്കി DC-ക്ക് സൈൻ ആക്കി കൊടുത്തു. സ്വന്തം റിസ്കിലേ പോയി ഞാൻ. രക്ഷാദൂതത്തിൽ വിമർശനം ഉന്നയിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളല്ല നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി. ഏകോപനമില്ല എന്നത് പ്രകടമാണെന്നും മുഹമ്മദ് റിയാസ്. സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കണം. പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞ് രക്ഷാദൗത്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്നൊരു നിലപാടിനോട് കേരള സംസ്ഥാന സർക്കാർ യോജിക്കുന്നില്ല. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം. തിരുവല്ലയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെ ആക്രമണം. കുറ്റൂരിലെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത കാറിന്റെ ചില്ലുകൾ തകർത്തു. അജ്ഞാതരുടെ അക്രമത്തിൽ ഭയന്ന തുരകലശ്ശേരി സ്വദേശികളായ അമ്മയും മകളും. സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച രാഷ്ട്രപതി ഭവൻ. മലയാളിയായ K. കൈലാഷ് നാഥൻ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകും. മണിപ്പൂരിന്റെ അധിക ചുമതല നൽകി ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറാക്കി നിയമിച്ചു. രമൺ ദേക്ക ഛത്തീസ്ഗഡ് ഗവർണറാകും. ഡൽഹിയിൽ BJP മുഖ്യമന്ത്രിമാരുടെ യോഗം തുടരുന്നു. കേന്ദ്ര ബജറ്റിലെ പദ്ധതികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക പ്രധാന ലക്ഷ്യം. ആസന്നമായ ഉപതെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ ചർച്ച. യോഗത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 3 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വൈക്കം തലയോലപ്പറമ്പിൽ സ്വകാര്യ ബസ് തലക്കീഴായി മറിഞ്ഞ് 50ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് എറണാകുളം ഈരാറ്റുപേട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്. വാഹനം അമിത വേഗത്തിലായിരുന്നെന്ന് നാട്ടുകാർ. കൊല്ലം ഇരവിപുരത്ത് സാധനം വാങ്ങുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ സൈനികനും സഹോദരനും മർദ്ദനമേറ്റത് 1000 തെങ്ങ് സ്വദേശികളായ സൈനികൻ അമീൻ ഷാ, സഹോദരൻ അമീർ ഷാ എന്നിവർക്ക് കടയുടമകൾ അറസ്റ്റിൽ. ഗാസയിൽ അഭയാർത്ഥികളെ പാർപ്പിച്ച സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 15 കുട്ടികളും. 100-ലധികം പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം. ഹമാസ് കമാൻഡന്റ് ആൻഡ് കൺട്രോൾ സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ന്യൂസിലാൻഡിനെ 2-3 ഗോളിന് തോൽപ്പിച്ചു. ഗോൾ നേടി മൻദീപും വിവേകും മൻപ്രീത് സിംഗും. ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായി മനു ഭാക്കർ ഇന്നിറങ്ങും. ഫൈനൽ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. ബാഡ്മിന്റൺ സിംഗിൾസിൽ PV സിന്ധുവിനും H. പ്രണോയ്ക്കും ആദ്യ മത്സരം. ഷൂട്ടിംഗിലും തുഴച്ചിലിലും ടേബിൾ ടെന്നീസിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം T20യിൽ ഇന്ത്യക്ക് 43 റൺസിന് തകർപ്പൻ ജയം. 213 റൺസ് പിന്തുടർന്ന ആതിഥേയർ 170-ന് ഓൾ ഔട്ട്. സൂര്യകുമാർ യാദവ് കളിയിലെ താരം. 2-ാം മത്സരം ഇന്ന് വൈകിട്ട് 7-ന്. വനിതാ ഏഷ്യ കപ്പിൽ 8-ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഫൈനലിൽ. എതിരാളികൾ ആതിഥേയരായ ശ്രീലങ്ക. മത്സരം ഇന്ന് വൈകിട്ട് 3 മണിക്ക്.